എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിളിച്ചിട്ട് ഉമർ അലി ശിഹാബ് തങ്ങൾ ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. എൻ്റെ മൂപ്പരെ മാത്രം വിളിച്ച് നിർദ്ദേശം കൊടുക്കാനുള്ള കാരണം എന്താ? അള്ളാഹു ഇപ്പം തോന്നിപ്പിക്കോ ഇങ്ങനെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെ പ്രശ്നം വന്നാൽ സമസ്തയോട് ഉടഞ്ഞു നിന്നാൽ നമ്മളെ തറവാടിന് പ്രശ്നം എന്നുള്ള ബോധ്യം ഓൽക്കുണ്ടാവും. സമസ്തയാണ് ഹക്ക് എന്ന് ബോധ്യമുള്ള ആൾക്കാരിൽ അങ്ങനെ പറയുള്ളൂ. പാണക്കാട് തങ്ങന്മാർ പൂക്കോത്തങ്ങളാവട്ടെ, ലീഗിൻ്റെ എത്ര ഉന്നതി ഇരുന്ന ആളായിട്ടും ഒരു ബഹുമാനോട് സമസ്തനെ എത്രത്തോളം ആദരിച്ചു. സമസ്തന സാധാരണക്കാർക്കാണെങ്കിലും തങ്ങന്മാർക്കാണെങ്കിലും മൂല്യന്മാർക്കാണെങ്കിലും ആദരവ് വേണം എന്നുണ്ടെങ്കിൽ സമസ്തനെ അറിയണം. ഓർക്ക് സമസ്തനെ അറിഞ്ഞ മഹാന്മാരായിരുന്നു അല്ലേ? ഭൗതികപരമായിട്ട് എത്ര പണം കാറ് സ്വത്തൊക്കെ ഉണ്ടായാലും എത്രയോ ആളുകൾ ഇന്നും സമസ്തനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഒരു തൗഫീഖാണ്. ഇവര് സത്യം പറഞ്ഞ ഹക്കീം ഫൈസിന്റെ കെണിയിൽ വീണു പോയതാണ്. ഹക്കീം ഫൈസി എന്ന് മൂപ്പർ ചിലപ്പോൾ വഹാബിസത്തിന് കെണി വീണ് പോയിക്കും. ആർക്കും നന്നായി തിരിച്ചു വരല്ലോ. വഹാബിസം കയറിയാൽ പിന്നെ പേപ്പട്ടിന്റെ ഈ പേവിഷവാദ ഏറ്റപ്പോലെ എന്ന് പറഞ്ഞു. സത്യമല്ലത് റസൂൽ പറഞ്ഞ വാക്കല്ലേ. അതിന്റെ അപകടം ചെറുതല്ല. നല്ലോണം ഇനിയും CIS-ന്റെ കൂടെ ഇപ്പൊ നിന്ന ആൾക്കാർ കയറി വന്നാൽ തന്നെ വല്ല നല്ലോണം ശ്രദ്ധിക്കണം. അടുത്ത തലമുറ കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ മക്കളോ കഴിഞ്ഞാൽ അടുത്ത തലമുറ സമസ്ത ശത്രുവായിട്ട് വരിക. ഈ നേരത്തെ സ്ഥാനത്ത് ബാക്കിയുള്ളവർക്ക് വരുമ്പോൾ തന്നെ ഒന്ന് ഓർത്തു നോക്കി, ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ആറ്റപ്പൂവിന്റെ മോനെ മോഹിനി ശോത്രം നോക്കി നിങ്ങൾ ബഹുമാൻ മൂപ്പര് രാഷ്ട്രീയത്തിലില്ലേ? മൂപ്പര് ലീഗുകാരനല്ലേ? രാഷ്ട്രീയം ഉണ്ടായിട്ട് പോലും മൂപ്പര് സമസ്തനെ കൂടെ അടിയുറച്ച് നിന്നു, നിലപാട് തുറന്നു പറഞ്ഞു. അതൊരു പാരമ്പര്യമാണ്. പാണക്കാട് സയ്യിദന്മാരെ പാരമ്പര്യം എന്നല്ല, ഈ നമ്മൾ കേരളത്തിലേക്ക് വന്ന ഏത് സയ്യിദന്മാരെ പാരമ്പര്യം മുറിഞ്ഞു പോവില്ല. അതിൽ ഒരു വിഭാഗം തെറിച്ചു പോയാലും അതിൽ ഏതോ ഒരു ആൺകുട്ടി എല്ലാ കാലത്തും ഉണ്ടാവും. മഹാനാ ജിഫ്രി തങ്ങളെ അല്ലെ, ജിഫ്രി തങ്ങളെ കുടുംബത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഈ കുറേ കാലത്തിന് ശേഷം ഒരു വലിയ തങ്ങന്മാരല്ല, ചെറിയ ആൾക്കാരല്ലല്ലോ. അതൊക്കെ കനലുകളാണ്. ആ കനൽ എപ്പോൾ കത്തും? ഇവിടെ ഇരുട്ട് പടർന്നാൽ ഏതെങ്കിലും ഒരു സയ്യിദിൻ്റെക്ക് ആ കനൽ കത്തും. ആ കത്തേണ്ട കനല് വിശ്വാസികൾക്ക് മൊത്തം പ്രകാശീകരം. അപ്പൊ മുത്ത് നബി വന്നിട്ട് പോലും ഇരുട്ടായ കൽബുകൾക്ക് റസൂലിനെ കാണാൻ വേണ്ടി പറ്റിയില്ലല്ലോ. എന്ന പോലെ തന്നെ മനസ്സിൽ അഹങ്കാരമുള്ള ആളുകൾക്ക് ആ വെളിച്ചം കാണാൻ വേണ്ടി കഴിയൂല. അഹങ്കാരം കുറച്ചവർക്ക് മാത്രം കാണാൻ വേണ്ടി പറ്റുള്ളൂ. നിഷ്കളങ്കരായ മനസ്സുകൾക്ക് ദീനിന്റെ വെളിച്ചം കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതൊരു നൂറാണ്. അപ്പൊ പാണക്കാട് തങ്ങന്മാരിൽ ആ വെളിച്ചം കുറച്ചു കാലത്ത് കെട്ടുപോകും. ചിലപ്പോ ആ ആൺകുട്ടികൾ ഇന്നുണ്ട്. എത്രയോ പാണക്കാട് തങ്ങന്മാരില്ലേ? ഏത് തങ്ങന്മാരായാലും ഏത് മൂല്യന്മാരായാലും ബഹുമാനപ്പെട്ട നമുക്ക് സ്ഥാനം കിട്ടുക ബാക്കിയുള്ളത് ഒന്നുമില്ല. ബഹുമാനപ്പെട്ട സമസ്തന്റെ ഹാദ്യമാണോ അയാൾക്ക് ആത്മീയമായിട്ട് ഒരു സംഗതി ഉണ്ടാവും. ഇത് ശംസുലമ നിയന്ത്രിക്കേണ്ട പ്രസ്ഥാനം തന്നെയാണ്. പാണക്കാട് തങ്ങന്മാർ മൊയ്‌നലി അടുത്തേക്ക് വന്നാൽ, ആ നിലപാടിലേക്ക് തിരിച്ചു വന്നാൽ, ലീഗിനും വേണ്ടില്ല നമ്മളെ ദീനിനും വേണ്ടി വന്നാൽ, ലീഗൊക്കെ കൂടെ നിലനിന്ന് പിന്നെ സമസ്തക്കാർക്ക് അതിന്റെ ലക്ഷ്യമില്ല. മര്യാദക്ക് പോയാൽ എല്ലാവർക്കും ആർക്കും നല്ല, നമ്മൾ പോലും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നമ്മൾ ദിവസം പറയാനുള്ള കാരണം എന്താ? ഏത് മനുഷ്യനും റൂട്ടിൽ നിന്ന് തെറ്റിപ്പോവും. ഇത് ദുന്യാവ് എല്ലാവർക്കും അറിയേണ്ട വിഷയമല്ലേ. ഇത് ആഖിർ സമാനാണ്. ചെറുസ്താക്ക് എത്ര വട്ടം പറഞ്ഞു, നേതാക്കന്മാർ എത്ര ആവർത്തിച്ച് പറഞ്ഞു. ഈ മണ്ണ് സുന്നത്ത് ജമാഅത്തിന് വളക്കൂറുള്ള മണ്ണല്ല എന്ന് എത്ര വട്ടം പറഞ്ഞു. പഴിപ്പിക്കാൻ കള്ള വഹാബികൾ ശ്രമിക്കും. നമ്മൾ ലീഗിൽ വഹാബി വാക്കുകളൊക്കെ ഉണ്ടായിക്കോട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത ഒരു വിഷയം പറയുമ്പോൾ അത് പാണക്കാട് തങ്ങന്മാരായാലും ഏത് തങ്ങന്മാരും ഏത് മൂല്യന്മാരും ആരായാലും അത് ബഹുമാനത്തോട് കൂടെ നിന്നാൽ, തങ്ങന്മാരാകുമ്പോൾ പ്രത്യേകിച്ച് അത് നൂറ് തന്നെയാണ്, അത് മുത്തുകൾ തന്നെയാണ്. അവർക്ക് നന്നാകാൻ വേണ്ടി കഴിയും, തിരിച്ചു വരാൻ വേണ്ടി കഴിയും. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. കള്ള സുഹാബികളെ തിരിച്ചറിഞ്ഞ് വരാതെ ഒരിക്കലും രാഷ്ട്രീയ താല്പര്യം വെച്ച് സമസ്ത വെച്ച് വന്നിട്ട് ഒരു കാര്യമില്ല. നല്ല മനസ്സോട് കൂടെ അഹങ്കാരം മാറ്റിയിട്ട് വന്നാൽ ആർക്കും ഖൈർ തന്നെയാണ്. റസൂലിന്റെ മൂത്താപ്പാന്റെ അവസ്ഥ എന്താ? അള്ളാഹു കാക്കട്ടെ. അഹങ്കാരം അല്ലേ? ഞാൻ വല്ല തറവാട്ടുകാരനാണ് എന്നുള്ള അഹങ്കാരം ഉണ്ടായിട്ടാണ്. തറവാടൊക്കെ നല്ലതാ, തറവാട് വേണം. തറവാട് ഇല്ലാത്തൊരു മോശം എന്നല്ലേ പറയുമ്പോൾ, തറവാട് ഏറ്റവും വലിയ തറവാട് ദീനാണ്. അപ്പോൾ ഏത് തറവാടായാലും ദീനുണ്ടെങ്കിൽ ആ തറവാട് നിലനിൽപ്പുണ്ടാവും. ഏത് വലിയ തറവാടായാലും ദീനില്ലെങ്കിൽ ആ തറവാട് നിന്ന് ചിലപ്പോൾ നിലനിന്നു, പക്ഷേ എന്താവും? ആത്മീയമായിട്ട് ആ തറവാട് തകരും. സമസ്തന് കൂടെ നിന്നാൽ മാത്രം ഉണ്ടാവുള്ളൂ. ബാക്കി ജോലി എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല. ഓലി എത്ര പണ്ഡിതന്മാർ കൂട്ടി വലിയ മുഷാവറ ഉണ്ടാക്കി പോയാൽ പോലും ബഹുമാനപ്പെട്ട സമസ്തന്റെ ആ ഒരു സംഗതി കിട്ടൂല. കാന്തപുരം ഞാൻ കുറ്റം പറയല്ല, ഓലൊക്കെ ഒരു സംഘടന ഉണ്ടാക്കി പോയി, ശരിയാണ്. ഭൗതികപരമായിട്ട് എല്ലാം നേടിയിട്ടുണ്ടാവും. അതേ സ്ഥാനത്ത് ഓലിക്ക് ആത്മീയത ഉണ്ടോ? ഇല്ല. ആത്മീയ വളർച്ച അവിടെ ഇല്ലല്ലോ. ആണ്ട് പോയാൽ നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു പ്രസ്ഥാനത്തെ എങ്ങനെ നമ്മൾ തിരിച്ചറിയുക? നമ്മൾ അവിടെ ആ മുസ്താമാർ ചെന്നിക്കണം, നമുക്ക് അള്ളാഹിനോട് ഓർമ്മ വരും. കാന്തപുരത്ത് ചെന്നാൽ നമുക്ക് എന്തൊക്കെയാണ് ആരവിടെ ഞാൻ സംഘടന ശൂന്യ ഐക്യം പറയുമ്പോൾ തകർക്കാൻ വേണ്ടി സംസാരിക്കാനില്ല കേട്ടോ.
നിങ്ങൾ നോളജ് സിറ്റിക്ക് പോയി നോക്കി, നിങ്ങൾക്ക് ദുഞ്ഞാവ് ഓർമ്മ വരും, കച്ചവടം ഓർമ്മ വരും. അതേ സ്ഥാനത്ത് സമസ്തൻ്റെ നേതാക്കന്മാർ ചെന്ന് കണ്ടുനോക്കി, സമസ്തയുമായി ബന്ധപ്പെട്ട സാധാരണക്കാരൻ ചെന്ന് കണ്ടുനോക്കി, അള്ളാഹുവിനോട് ഓർക്കും നമ്മൾ. അത് സമസ്ത വേറെ പ്രത്യേകത ഉണ്ട്. ഇവര് മാറി നിന്നാൽ ഇവർക്ക് പോയി, സമസ്തക്ക് ഒന്നും സംഭവിക്കൂല. നമ്മൾ പലർക്കും അങ്ങനെ ഒരു പേടിയാണ്, ഇത് എന്ത് സംഭവിക്കും, സുപ്രഭാതം പൂട്ടി പോയി, എന്താ പ്രശ്നം, അത് ഹൈറൈകാരം, എന്ത് വിഷയമാവട്ടെ. ഇപ്പൊ നമ്മളെ മുമ്പത്തെ SSF ഇവിടുന്ന് പോയി, SYSന് കുറെ നേതാക്കന്മാർ പോയി, എത്ര പ്രഭാഷകർ പോയി 1989 ആലുവ തൊലീക്കത്ത് വന്ന സമയത്ത് ആരൊക്കെ പോയി. ഇന്നത്തെ ഇവിടെ സമസ്തക്ക് എന്താ സംഭവിച്ചോ? നമ്മൾ ആ ഭയം മാറ്റിയിട്ട് ഒരാളാണെങ്കിൽ ഒരു നാട്ടിൽ ഒരാൾ മതി, ബഹുമാനപ്പെട്ട സമസ്തക്കാരനായിട്ട് ഇതിന്റെ നേതൃത്വത്തെ പൂർണ്ണമായ ആദരവോടെ കൂടെ കാണണ്ടേ, സൂക്ഷ്മതയോടെ കൂടി ജീവിക്കണ്ടേ ഒരൊറ്റ ആൾ മതി സമസ്തക്ക്.